തൃശൂർ പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് ഫ്ളാറ്റിൽ 9 വോട്ടുകൾ കള്ളവോട്ട് ചേർത്തുവെന്നാണ് പരാതി. നിലവിൽ 9 പേരും ഫ്ളാറ്റിലുണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചു. 9 പേരും ഫ്ളാറ്റിലില്ല. ഇവരെ നിങ്ങൾക്ക് അറിയോ? അറിയില്ല. ഈ 9 വോട്ട് നിങ്ങൾ ഈ പറയുന്ന ചേർത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഞങ്ങൾക്ക് അറിയില്ല, ഇവരാരും ഞങ്ങൾക്ക് അറിയണതല്ല. ഞങ്ങൾ 4 വർഷമായി ഇതിൽ താമസിക്കും. 4 വർഷമായിട്ട് ഈ ഫ്ലാറ്റിൽ താമസിക്കും. അവരുടെ പേരുകളൊന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കാം. ഇല്ല ഇല്ല, അറിയില്ല. ബാബു, ബാബു, സതീഷ് ബാബു, അറിയില്ല. സുകേഷ്, അറിയില്ല. ഹരിദാസൻ, ഹരിദാസ്, അറിയില്ല. സുധീർ, സുധീർ, അറിയില്ല. അജയ്കുമാർ, അജയ്കുമാർ, അറിയില്ല. മനീഷ്, മനീഷ്, അറിയില്ല. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് സുരേഷ് ഗോപിയുടെ ഈ വോട്ടർ പട്ടികയുടെ ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമെന്ന് പോലും പല വിവരദോഷികൾക്കും മനസ്സിലായിട്ടില്ല. അവർ ചോദിക്കുന്നത് ഈ 18 or 20 ആളുകളുടെ പേരുകൾ അനധികൃതമായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പം? ആ 20 പേരുടെ വോട്ട് കൊണ്ടൊന്നല്ലല്ലോ സുരേഷ് ഗോപി ജയിച്ചത്. 75,000 വോട്ടിന് ജയിച്ച ഒരാൾക്ക് ഈ 20 പേരുടെ വോട്ടില്ലെങ്കിലും ജയിക്കാൻ പറ്റില്ലേ? അപ്പോൾ ഇതിൽ വലിയ തെറ്റൊന്നുമില്ല, ഈ 20 പേര് വേറെ സ്ഥലത്തൊന്നും വോട്ട് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള ന്യായമൊക്കെയാണ് അവർ പറയുന്നത്. ഇതിപ്പോൾ ഞാനൊരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. ഒരുത്തനൊരു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ 80 മാർക്ക് കിട്ടി. അപ്പോൾ ഇവനെ പരിശോധിച്ച സമയത്ത് ഇവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ബിറ്റ് കിട്ടി. ആ ബിറ്റിൽ ഇവൻ എഴുതിയിരിക്കുന്നതിൻ്റെ ഒരു 20 മാർക്കിൻ്റെ ക്വസ്റ്റിൻ്റെ ആൻസർ ആ ബിറ്റിൽ നിന്ന് കാണുകയും ചെയ്തു. അപ്പോൾ ഇവൻ്റെ എക്സാം റദ്ദാക്കാൻ നിൽക്കുന്ന സമയത്ത് ഇവൻ വാദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നെ എക്സാം റദ്ദാക്കാനുള്ള അവകാശമൊന്നുമില്ല, കാരണം ബിറ്റിലുള്ളത് 20 മാർക്കിൻ്റെ ആൻസറാണ്, പക്ഷേ ഞാൻ 80 മാർക്കോളം സ്കോർ ചെയ്തിട്ടുണ്ട്, 60 മാർക്ക് ഞാൻ അഡീഷണൽ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് ക്യാൻസൽ ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല, നിങ്ങൾ വേണമെങ്കിൽ ആ 20 മാർക്ക് കുറച്ചോ, എന്നാലും ഞാൻ ജയിക്കില്ലേ. അങ്ങനത്തെ ന്യായമാണ് ഇപ്പോൾ തൃശ്ശൂരിലെ വളരെ വിവരമുള്ള ആൾക്കാരാണെന്ന് പറയുന്ന കുറച്ച് BJP അനുഭാവികൾ പറയുന്നത്. പിന്നെ കുടുംബക്കാരുടെ വോട്ട് ഇങ്ങോട്ടാക്കിയാൽ എന്താ തെറ്റ്, അതിൽ പോലും കുഴപ്പമൊന്നുമില്ലല്ലോ, കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ എന്നൊക്കെ പറയും. എവിടെയോ കിടക്കുന്ന വേറെ അഡ്രസ് പ്രൂഫും കാര്യങ്ങളും വീടും കൂടിയൊക്കെ വേറെ സ്ഥലത്തുള്ള കുറേ ആൾക്കാരെ വോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം കുറച്ച് നാളത്തേക്ക് ടെമ്പററി ആയിട്ട് ഒരു അഡ്രസ്സ് ഉണ്ടാക്കി, ആ അഡ്രസ്സിലാണ് ഇവർ താമസിക്കുന്നതെന്നുള്ള രേഖകളുണ്ടാക്കി ഇവർക്ക് ഇവിടെ വോട്ട് ഉണ്ടാക്കി കൊടുക്കും. ഇലക്ഷൻ്റെ സമയത്ത് വന്ന് വോട്ടും ചെയ്ത് പിന്നെ അവർ തിരിച്ച് അവരുടെ വീട്ടിൽ തന്നെ പോകുന്ന ഈ പ്രക്രിയയിൽ ക്രമക്കേടൊന്നുമില്ല, അതിലെന്താ തെറ്റ് എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ബേസിക്കലി ഇവർക്ക് ഈ ഇലക്ഷൻ ജയിക്കണം. അതിപ്പോൾ ഇവിടത്തെ നല്ല എവിടത്തെയാണ് ഈ ഇലക്ഷൻ ജയിക്കണം എന്നുള്ളൊരൊറ്റ പരിപാടിയുള്ളൂ. അതിന് ഏത് മാർഗവും സ്വീകരിക്കാം, എങ്ങനെ വേണമെങ്കിലും കളിക്കാം, എന്നിട്ട് ഇലക്ഷൻ ജയിച്ച് കിട്ടിയാൽ മതി, വേറെ പരിപാടികളൊന്നുമില്ല. മിക്കവാറും അടുത്ത ഇലക്ഷൻ മുതൽ തൃശ്ശൂരിലെ പശുക്കൾക്ക് വരെ വോട്ടുണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഗോപിജി ഇനിയും ജയിക്കണമല്ലോ.